അനി എത്രയായി? 80 രൂപ. 80 രൂപ. ആയിക്കോട്ടെ. കേട്ടോ. അതെ 50 അല്ല 80. 80. എങ്ങനെ? 80. 80 രൂപ. കേട്ട് ശരിക്കും കേട്ട്. കിട്ടിയ കാശ് വാങ്ങിച്ചോണ്ടേ അനിയും വീട്ടിൽ പോകാൻ നോക്ക്. ചെല്ലേ. കിട്ടിയ കാശും കൊണ്ട് വീട്ടിൽ പോകാനോ? 80 രൂപ കുറവാണ്. ഇപ്പോഴത്തെ പെട്രോളിന്റെ വിലയൊക്കെ അറിയാവോ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ഒട്ടും നോക്കാറുമില്ല. അത് മാത്രമല്ല നീയാ ഈ പത്രവും ടി വി ഒന്നും കാണാറേ ഇല്ല. എടോ കളിക്കാതെ കാശെടുക്ക്. എടോന്ന് വിളിക്കാൻ നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടോ? കാശ് വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോടാ. കാശ് മാറ്റോണ്ട് വീട്ടിൽ പോണെന്ന്. ബാക്കി 30 രൂപ എടുക്കണോ? 30 രൂപ അനിയന് വേണമല്ലേ? ഷർട്ടേ കയറി പിടിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ അനിയൻ പിടിവാശിക്കാരനാന്ന്. കാശ് തരാം. ബാക്കി 30 രൂപ ഞാൻ തരാം. അങ്ങനെ വഴിക്ക് വാ. വഴിക്ക് വരാം. വഴിക്ക് വരാം. ഇവിടെ നിക്കണേ. ഇവിടെ തന്നെ നിക്കാം. കാണാം. മണി, മണിയേ, അളിയാ, അളിയോ, നീ വന്നേ. മക്കളെ വന്നേ ഉള്ളു. അതെ ഈ ബാഗ് അതുകൊണ്ട് വെക്കാം. അച്ഛല്ലേ അല്ലേ അളിയന്തി മേളിലുണ്ടോ? ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ വന്ന് പറ. അച്ഛല്ലേ മണിയേ, മണി. മണിക്കുട്ടി മാമ വന്ന്. എവിടെ? താഴെ അടുക്കളയുണ്ട്. മണി, മണിയേ, മണി. മണ്ണെണ്ണ എവിടാ ഇരിക്കുന്നേ? അവിടെ ഉണ്ട്. എന്ത് പറ്റി? ഒരു ഓട്ടോ കത്തിക്കാനുണ്ട്. അയ്യോ ഓട്ടോക്കാരൻ കടി ഉണ്ടാക്കിയ ഓട്ടോ കത്തിച്ചിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയാം. മണ്ണെണ്ണ എന്തായിരുന്നു പറഞ്ഞു തീർക്കാൻ മണിക്കൂട്ടാ? കാശ് കൂടുതലുണ്ടെന്ന് ചോദിച്ചാണ്. കാശ് കൂടുതൽ ഞാൻ കൊടുക്കാം. മണിക്കൂട്ടാ, ഞങ്ങൾ ഇവിടെ താമസമായിട്ട് 1 വർഷമായിട്ടുള്ളൂ. മണിക്കൂട്ട ഇവിടെ പ്രശ്നം ഉണ്ടാകല്ലേ മണിക്കൂട്ടാ, പ്ലീസ് പ്ലീസ് ചേട്ടാ. സംഭവിച്ച് പ്രശ്നം ഉണ്ടാകത്തില്ല. അളിയൻ കൈവിടെ. ഉറപ്പാണോ? ഉറപ്പ്. സത്യം ആണോ? ധൈര്യമായിട്ട് ഉണ്ടാകത്തില്ല അളിയ. എന്നാ വാ അളിയൻ വാ, നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. ചക്കരക്കിളി പതുക്കെ വന്നാ മതി. എനിക്ക് ധൃതിയൊന്നുമില്ല. എനിക്ക് ധൃതിയുണ്ട്. മണിക്കൂട്ടാ എന്താ വേണ്ടല്ലയാ? പോടാടാ വണ്ടി വണ്ടി വേണം, ജീവൻ വേണം നിനക്ക്. എന്റെ വണ്ടി അയ്യോ എന്നൊന്നും ചെയ്യല. എനിക്ക് പൈസ വേണ്ട. എനിക്ക് പൈസ വേണ്ട. എന്നൊന്നും ചെയ്യല്ലേ. എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ എന്റെ തീപ്പെട്ടില്ല. തീപ്പെട്ടില്ല എന്നൊന്നും ചെയ്യല്ലേ. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണോ? ഞാൻ ഈ ആട്ടോ ഒന്ന് കത്തിച്ചോട്ടെ. ഓട്ട കത്തിക്കാനാ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടാ? അക്രമം ഒന്നിനും പരിഹാരമല്ല. അളിയ അളിയ പുലിയുടെ വീട്ടിൽ ഭാർഗവൻ പിള്ളയുടെ മോന്റെ ഷർട്ടിന് പിടിക്കാനോ വളർന്നു. ഇല്ല. പുലിയുടെ വീട്ടിൽ ഭാർഗവൻ പിള്ളേ അതാര്? നീ ആരാടാ? ഞാൻ സഹദേവൻ, ഒരു പൊതുപ്രവർത്തകൻ. നിങ്ങൾ ഈ കാണിച്ചത് ശരിയായില്ല. നിങ്ങളെ കണ്ടാലേ അറിയാം നിങ്ങളൊരു മാളമ്പിയാണെന്ന്. സമാധാനം സർവ്വതനാൽ പ്രധാനം. അയ്യോ കൈവിടലിയ. സമാധാനം സമാധാനം. ധൈര്യമായിട്ട് കൈവിട പെങ്ങളെ, കൈവിട. പ്രശ്നമില്ല. സമാധാനം സർവ്വതനാൽ പ്രധാനം. സർവധനാൽ പ്രധാനം. അസ്ഥാനത്തുള്ള സംഭാഷണം. സമാധാനത്തിന് വേണ്ടി പ്രസിഡന്റ് അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ. എന്നെ അടിച്ചല്ലേ? അയ്യോ
അത് ഞാൻ അറിഞ്ഞില്ല. അത് ആദ്യമേ പറയണ്ടായോ? അങ്ങനെയാന്ന് ഞാൻ അടിക്കുവോ? സമാധാനത്തിന് പ്രസിഡന്റ് ഇന്ന് സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ആളാ. വിടലിയാ അളിയ വിട്, അളിയ വിട്ടെ. പ്രസിഡന്റ് ഇന്ന് അവാർഡ് വാങ്ങിച്ച ആളാണ്. നിങ്ങളെ അടുത്തോളം നോക്കാം. ഓട് പോന്നു മണിക്കുട്ടാ. മണി എന്തി അവനെന്തി? അളിയ അളിയ അവനകത്തുണ്ട്. ഞാൻ മറന്നില്ല. മണിക്കുട്ടാ, മണിക്കുട്ടാ. അളിയാ അവനെങ്ങോട്ട് പോയി? അവൻ പോട്ടളിയാ. അവനെങ്ങോട്ട് പോയി? ഓട്ടക്കാരനെങ്ങോട്ട് പോയി? ഓട്ടക്കാരാ മോനെ, ഓട്ടക്കാരാ ഇറങ്ങി വന്നേ. അവൻ പോട്ടളിയാ. ക്ഷമിച്ച് ഇറങ്ങിവാ. ധൈര്യമായിട്ട് ഇറങ്ങിവാ. ധൈര്യവാ. ചേട്ടാ ആളറിയാതെ പറ്റിയതാട്ടാ. ഞാൻ 50 രൂപ തിരിച്ചു തരാട്ടോ. അളിയ കൈവിട. അളിയ ഒന്നും ചെയ്യില്ല. അളിയന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും ചെയ്യില്ല, പാവമാണ്. അളിയന് വല്ലതും ചെയ്യണോ? ഇവിടെ ജീവിക്കണം. അളിയന് വല്ലതും ചെയ്യണോ? വേണ്ട. കൈവിട. 30 രൂപ ഞാൻ അങ്ങോട്ട് തരാനല്ലേ ഉള്ളത്? 30 രൂപ ഞാൻ അങ്ങോട്ട് തരാനാ ഉള്ളത്. 30 രൂപ ഞാൻ അങ്ങോട്ട് തരാനാണോ ഉള്ളത്? അങ്ങോട്ട് വിട് മണിക്കുട്ടൻ, വിട് മണി. മണി മണിക്കുട്ട അളിയാ വിട്. മണി നിന്റെ വണ്ടി ഇവിടെ കിടക്കുന്നടാ. എന്നെ കൊല്ലാൻ അവനോട് പോയി. അവന് ഓട്ടം എത്തിക്കാൻ പറ്റിയില്ല. അവനൊരു അടിയും കൊടുക്കാൻ പറ്റിയില്ല. അളിയാ അളിയാ ഇത് വലിയ പ്രശ്നമാവും. മാമ വിഷമിക്കണ്ട, നമുക്ക് അവനെ കിട്ടും. നീ പോയി മണി. വാട്ടാ. അല്ല പെങ്ങളെ ഞാനേ ഒന്ന് നോക്കിത്തരാം. അത് കൊള്ളാമല്ലോ. എന്താ ചത്താക്കാർ പിടിക്കുന്നു? എന്തൊക്കെയുണ്ട് അളിയ വിശേഷങ്ങള്? മണിക്കുട്ട, എനിക്ക് മണിക്കുട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളിയ. അളിയൻ എന്ത് പറഞ്ഞാലും ഞാൻ മണിക്കുട്ട അത് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുന്നേ. മണിക്കുട്ടന് ഇപ്പൊ 46 വയസ്സായി. പിന്നെ കർക്കടകത്തിലെ മൂല നാളല്ലേ ഈ വർണ്ണ കർക്കടകം 17-ന് 47 തികയും. ഒരു കാലം പോയ പോക്കേ ഇന്നാളാന്ന് തോന്നുന്നു. ആട്ടെ അളിയനിപ്പോ എത്ര വയസ്സായി? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം മണിക്കുട്ട. പിന്നെന്താ അളിയ ഇവിടെ പ്രശ്നം? പുലിനട കുടുംബക്കാര് പ്രമാണിമാരാണ്. ആണല്ലോ. വസ്തുവകകളും ഉണ്ട് ഇഷ്ടം പോലെ. അതിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ നടന്നിട്ടുമുണ്ട്. ചില പ്രശ്നങ്ങളോ? എത്ര സെറ്റപ്പ് അടി ഞങ്ങൾ അവിടെ നടത്തിയിരിക്കുന്നത്. ഓ അതൊക്കെ ഒരു കാലവടി മോളെ. ഇപ്പോഴോർക്കുമ്പോ വേണ്ട എന്റെ ശരീരം കുരുത്തിരിക്കുക. ആ കോരി തെരിപ്പിനി വേണ്ട. മണിക്കുട്ടന്റെ പ്രായത്തെ പറ്റി ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല അളിയ. ഞാൻ ഒറ്റത്തടിയാ. എനിക്ക് ആകെപ്പാടെ ഒരു ചിന്തയുണ്ടെങ്കിൽ നിൽക്കുന്ന എവളെ കുറിച്ച് മാത്രമാ. അപ്പൊ ഞങ്ങളെ കുറിച്ചൊന്നും ചിന്തയില്ലേ? അയ്യോ നിങ്ങളും അവന്റെ ചങ്കും കേരളമല്ലയോ? മണിക്കുട്ട ഞാൻ പറയണൊന്ന് കേക്ക്. ആളിയം പറ. മണിക്കുട്ട ഞങ്ങൾ താമസിച്ചുള്ള എല്ലാ വീട്ടിലും ഒന്ന് മണിക്കുട്ടൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ? അളിയൻ ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് നിങ്ങളെ അമ്പലത്തിന്റെ തൊട്ടുപുറയിൽ താമസിക്കുന്ന ഒരു വീടുണ്ടായിരുന്നല്ലോ. അവിടുത്തെ ഹൗസ് ഓണറുമായിട്ട് അളിയൻ എന്തോ ഒരു നേരിയ പ്രശ്നം ഉണ്ടാക്കിയപ്പം ഞാൻ അവിടെ വന്നതും ഹൗസ് ഓണറെ വെട്ടാനായിട്ട് വെട്ടുകത്തിയായിട്ട് ഓടിച്ചതും ഒക്കെ അളിയൻ ഓർക്കുന്നുണ്ടോ? അയാൾ ഓടിപ്പോയ വഴിയെ പിന്നെ പുല്ല് കളിച്ചിട്ടില്ല മക്കളെ. ആ കേസിൽ നിന്ന് തലകൂരാനായിട്ടൊക്കെ അവന്റെ കൈയും കാലും പിടിച്ച് എത്ര പാടുപെട്ടെന്നറിയുമോ? ഇത്തരം കാര്യങ്ങൾക്കല്ലേ അളിയാ നമ്മൾ പാടുപെടേണ്ടത്. പിന്നെ മാമ, എന്താ മോളെ? മാമ ഒന്ന് സൂക്ഷിക്കണം. എന്തിന്? ചിലപ്പോ ആ ഓട്ടോക്കാരൻ ഓട്ടോ യൂണിയൻകാരെയും കൊണ്ട് ഇങ്ങോട്ട് വരും. വരട്ടെ, വരണമല്ലോ. വരണമെന്നാ എന്റെ ആഗ്രഹം. അങ്ങനെ വരികയാണെങ്കിൽ ആദ്യം ഈ കഥ കടച്ചിട്ടേക്കണം. എന്നിട്ട് നിങ്ങള് അകത്ത് മുളക് വെള്ളം കലക്കി കൈ വെച്ചേക്കണം. കഥ അങ്ങോട്ട് തുറന്നിട്ട് അവന്റെ മോന്തക്കോട്ട് വെച്ചു കൊടുക്കണം. ബാക്കി കാര്യം മാമനേറ്റ് മക്കളെ. ഒരു 5 ഓട്ടോ എങ്കിലും മാമൻ കത്തിക്കും. മണിക്കുട്ട വാടക വീടല്ല, സ്വന്തം വീടാണ്. അപ്പൊ ഇവിടെ മാന്യമായിട്ട് ജീവിക്കണം. നമുക്ക് മാന്യമായിട്ട് ജീവിക്കണം. അത് പാടില്ലളിയാ. നമ്മള് പ്രശ്നക്കാരാണെന്ന് എല്ലാവരും അറിയണം. എന്നാലേ നമ്മളെ ഒരു ഭയം ഉണ്ടാവും. ഇല്ലയോ മക്കളെ? എനിക്ക് വിശക്കുന്നു. അയ്യോ മറന്നേ പോയി. വാ ചേട്ടാ നമുക്ക് കഴിക്കാൻ തരും. കഴിച്ചിട്ട് വരട്ടെ? മാമ പോയിട്ട്. വയറ് നിറഞ്ഞു. അളിയൻ ചെല്ല് കഴുകി.
ഇടവും വലവും അറിഞ്ഞൂടാത്തൊരു വെട്ടുപോത്ത്. എന്തായാലും 1-2 കേസൊക്കെ ഉറപ്പാണ്. അച്ഛൻ്റെ ഫ്രണ്ട് അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, വിളിക്കുന്നത് നന്നായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും മാമൻ വന്ന അതൊരു പഞ്ച. ചേച്ചി പോണേ. അത് ഞാൻ എന്ത് ചെയ്ത്? എടി നീങ്ങി വാ. മാമ, ഓട്ടോ കത്തിക്കാൻ പെട്രോൾ ആണോ മണ്ണെണ്ണയാണോ നല്ലത്? പെട്രോള് മതി, അതാണെങ്കിൽ നിന്ന് കത്തും. ആ നിന്റെയൊക്കെ മുഖത്ത് നോക്കി എങ്ങനെ ഇവിടെ വരില്ലെന്നും പറയും. മാമ, ഞാൻ +2 കഴിഞ്ഞിട്ടേ എൻട്രൻസ് കോച്ചിങ്ങിന് പോകും. MBBS ആണ് എന്റെ ലക്ഷ്യം. നമ്മുടെ കുടുംബത്തിൽ ഒരുക്കിട്ട ഒരു ഡോക്ടർ. MBBS എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ കാര്യമൊന്നുമില്ല. ആട്ടമോളെ, മോടെ ബോക്സിംഗ് പറഞ്ഞ ഇവിടം വരെ ആയി കലക്കുന്നുണ്ടോ? പിന്നല്ല, സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്ന് കഴിഞ്ഞോട്ട് പിന്നെ മാമൻ കാണണം. പിന്നെ കാണാൻ പറ്റൂല. എന്താ ഇവിടെ മോന്തര ജയപ്പ് ആരെങ്കിലും ഇടിച്ച് മാറ്റൂലേ? നീ പോടി നീ കുറ്റി. മാമ, എന്താ മോളെ? എന്റെ കോച്ച് അത്ര ശരിയല്ല. അയാൾ ഒരു പ്രത്യേക ടൈപ്പാണ്. ഒന്നിനൊരു സ്പിരിറ്റ് ഇല്ല. മാമനയാളെ വന്നൊന്ന് കാണാം. കണ്ടു കഴിയുമ്പം അവന് സ്പിരിറ്റ് താനേ വരും. അത് മാമനേറ്റ്. അയ്യോ വേണ്ട. അതെന്താ മോളെ? എന്തൊക്കെ പറഞ്ഞാലേ എന്റെ ഗുരു അല്ലേ. ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ സ്ഥാനത്ത് നിൽക്കണം. അതാണ്. അതുകൊണ്ടല്ലോ ഇടി മക്കളെ, മാമന് പണ്ട് 9ാം ക്ലാസ്സിൽ ഗുരുത്തങ്കോട് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഗുരുത്തങ്കോട് ഹൈസ്കൂൾ 9ാം ക്ലാസ്സിൽ മാമൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, അന്ന് അവിടെ ഒരു കണക്ക് സാറുണ്ടായിരുന്നു. ഭയങ്കര അടിയാ. ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ പിള്ളേരെ തൂത്തുപറക്കി അടിക്കും. ഓ, ഇത്ര ദുഷ്ടനോ? പിള്ളേരെയാളെ വിളിക്കുന്ന ഇരട്ടപ്പേരെന്തുവാന്നറിയോ? കുതിരവട്ടമെന്ന്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിയാ. വടി ഒടിയുന്നവരെ അങ്ങനെ അടിക്കും. അമ്മാവനാണെങ്കിലേ കണക്കിന് ഇച്ചിരി പിന്നോട്ടാണല്ലോ. അപ്പൊ ബാക്കി വിഷയങ്ങളില് ബാക്കി വിഷയങ്ങൾക്കും അമ്മാവൻ ഇച്ചിരി പിന്നോട്ടാ ആണ്. ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു ദിവസം ആ കണക്ക് സാർ ഇങ്ങനെ കണക്ക് പിടിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ അമ്മാവനോടൊരു ചോദ്യം ചോദിച്ചെങ്കിൽ സ്വാഭാവികമായിട്ട് അമ്മാവന് ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞുകൂടായിരിക്കുമല്ലോ. അറിയാമെങ്കിൽ അമ്മാവൻ പറയും, അറിയാമേത്തോണ്ട. അങ്ങനെ മിണ്ടായിരുന്നപ്പം കൈ ഇങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. ഞാൻ കൈ നീട്ടി കൊടുത്തു. ചന്നം പിന്നെ എന്നെ എടുത്തിട്ട് അങ്ങ് അടിച്ചു. അവസാനം രക്ഷയില്ലാതെ വന്നപ്പോഴേ മാമന് ആ വടി സാറിന്റെ കയ്യിൽ നിന്നിട്ട് വാങ്ങിച്ചു പടുക്കോന്നരടി. അതുണ്ടല്ലോ മക്കളെ, എന്ന് വെച്ചാ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്തുമാതിരി കുടുംബമാ. ചുമ്മാതെ വല്ലവന്റെ തല്ലും കൊണ്ടോണ്ട് കൈയും കെട്ടി നിൽക്കാൻ പറ്റുന്ന കുടുംബമാണോ? സാറിന് തല്ലിയ എന്തോന്ന് മാമ ഇത്? അല്ല, സാറിനെ തല്ലിയ അത്ര ശരിയായതൊന്നുമില്ല. എന്നാലും അപ്പോഴത്തെ ടെൻഷനിൽ അങ്ങ് ചെയ്തു പോയതാ മക്കളെ. അല്ല, അതുകൊണ്ട് വേറൊരു ഗുണമുണ്ടായി. കുരേട്ടൻ സാറ് പിന്നീട് പിള്ളേരെ അങ്ങനെ അങ്ങ് തല്ലിയിട്ടില്ല. വെറുതെ അല്ല അങ്ങനെ ആയി പോയത്. എന്താടി എനിക്കൊരു കുഴപ്പം? വീപ്പൻകുറ്റി മാമനും കൂടെ എന്നെ അങ്ങനെ വിളിക്കല്ലേ? ചമ്മണ്ടൂല പോ. അല്ല, മക്കൾ മിണ്ടാവൊന്നും ഇരിക്കരുത്. മാമന്റെ ചക്കരക്കുട്ടിയല്ലയോ? എന്താടി അവളെനിക്ക് ഇപ്പോഴും കൊച്ചുമാവേടി. അല്ല, നിങ്ങളുടെ അടുക്കളയൊക്കെ കൊള്ളാം. ഇങ്ങോട്ട് താമസം മാറ്റിയ ശേഷമേ ഞാൻ ആകെപ്പാടെ 1-2 തവണ വന്നിട്ടുള്ളത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും വരുമായിരുന്നു. ഇടി, അതിപ്പോ നടക്കത്തില്ലെന്നേ. അച്ഛൻ അവിടെ ഒറ്റയ്ക്കല്ല ഉള്ളത്. അച്ഛന്റെ കാര്യമല്ല ഞാനല്ലേ നോക്കുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്താലും അച്ഛന് ഇഷ്ടപ്പെടത്തില്ല. കുറച്ച് ദിവസം അവിടെയൊക്കെ വന്ന് നിൽക്കണം. അയ്യോ, തേങ്ങ ഒഴിച്ചില്ല. ഞാൻ പൊതിക്കാം. അല്ല മകളെ, ഈ തേങ്ങ ഒതിക്കുന്ന ഒരു കുന്ത്രാണ്ടമില്ലേ, പാര പോലൊരു സാധനം, അതില്ലേ ഇവിടെ? ഉണ്ട്, എന്നെ നാക്ക് കൊടുത്ത് നന്നാക്കാൻ കൊടുത്തേക്കണം. എടി, അതൊക്കെ എപ്പോഴും നന്നാക്കി വീട്ടിൽ വെച്ചേക്കണ്ടേ? അത്യാവശ്യം നോക്കരുത് കുത്തണമെന്നുണ്ടെങ്കിലേ അതെടുത്ത് നമുക്ക് പ്രയോഗിച്ചുകൂടായോ? അല്ല മകളെ, അപ്പൊ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യുന്നത്? ഓ, എന്താണ് ഇവിടെ ആങ്ങളെയും പെങ്ങളും കൂടെ എന്താ പരിപാടി? ഞങ്ങൾ ഈ തേങ്ങ പൊതിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ആളിയാ. തേങ്ങ ഞാൻ പൊതിക്കാം. വേണ്ട, ഞാൻ പൊതിച്ചോളാം. എന്താ അളിയനൊരു കളിയും ചിരിയൊക്കെ?
ചേട്ടൻ കുറച്ച് ദിവസം ഇവിടെ കാണുമോ? ആ കാണും. എന്തു പറ്റി? വെറുതെ ചോദിച്ചതേ ഉള്ളൂ. വെറുതെ പറഞ്ഞൊന്നുമല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എൻ്റെ ചേട്ടനെ പിടിക്കൂലല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കല്യാണ ശേഷം എത്രയോ പ്രാവശ്യം നിന്റെ ചേട്ടൻ വന്ന് നമ്മുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. പിന്നെ മണി, സമയം കിട്ടുമ്പോൾ നിന്റെ ചേട്ടനൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എന്ത് കാര്യം? അത് ഈ വീട് നമ്മുടെ സ്വന്തമാണെന്നും ഞാനൊരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജരാണെന്നും അതിൻ്റെ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും പറയണം. അതായത് എൻ്റെ ചേട്ടന് സ്റ്റാറ്റസ് പോരെന്ന്. പെങ്ങളെ, അല്ല തേങ്ങ എവിടെ കിടക്കുന്ന പറഞ്ഞേ? അതാ ഷെഡി കിടപ്പുണ്ട്. ഷെഡിനകത്ത്? അതിന്റെ മൂലയിലുണ്ട്. അല്ല, ഇവിടെ ആരോ സ്റ്റാറ്റസോ സ്റ്റാൻഡേർഡോ കുറവുണ്ടെന്ന് പറയുന്ന കേട്ട പോലെ ഞാൻ കേട്ടതായിട്ട് തോന്നി. അത് അപ്പുറത്തെ വീട്ടിലുള്ളവർക്ക്. അപ്പുറത്തെയോ ഇപ്പുറത്തെയോ ഏതെങ്കിലും വീട്ടുകാർ ശല്യത്തിന് വരുന്നുണ്ടെങ്കിൽ ഈ ചേട്ടനോട് പറയണം, ഓ വീട് ഞാൻ പൊളിച്ചു മാറ്റും. ഇല്ല അളിയാ, ഇവിടെ ആരും ഒരു ശല്യത്തിനും വരുന്നില്ല. അളിയൻ തേങ്ങ പുതുക്കി. അങ്ങനെ പറ. മണി, വീട് പൊളിച്ചു പോയിട്ട് ഇയാളെന്തോ JCBയാ. ഞാൻ ഒരു കാര്യം പറയാം, കുടുംബത്തിലെ ചട്ടമ്പിത്തരം ഒന്നും കാണിക്കരുത്. അതൊക്കെ നിർത്തേണ്ട സമയമായി. ഇല്ലെങ്കിലുണ്ടല്ല നാട്ടുകാർ മുട്ടുകാല് തല്ലി ഓടിക്കും. ആരുടെ മുട്ടുകാൽ തല്ലി ഓടിക്കുന്ന കാര്യം അളിയൻ പറഞ്ഞേ? അളിയ, അത് എൻ്റെ ബാങ്കിലെ ഒരു സ്റ്റാഫിന്റെ ബന്ധുവിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുന്ന വേറൊരു ബന്ധു പറഞ്ഞു. ആ, അതൊക്കെ എവിടെ നിൽക്കട്ടെ. അളിയന് ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ അളിയനോട് പറയണം, ഞാൻ സോൾവ് ചെയ്ത് തരാം. അല്ല പെങ്ങളെ, എത്ര തേങ്ങ പൊതിക്കണമെന്ന് പറഞ്ഞു? 1-2 മതി. 3-4 പൊതിച്ചേക്കാം. അല്ലേ വേണ്ട 6 പൊതിച്ചേക്കാം. അതെ അല്ലേ? ബാങ്കിൽ വന്ന് ക്ലിയർ ചെയ്യുവൻ ആരടി? തീരെ അങ്ങ് വലിയ മറ്റവനാന്ന് നോക്കണ്ട. നോക്കിക്കോ, ഇനി ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാല ഞാനും ഒരു നാട്ടുപുറത്തുകാരൻ തന്നെ. ഞാനും പല ചട്ടമ്പികളെ കണ്ടിട്ടുമുണ്ട്. ചട്ടമ്പികളെ കണ്ടിട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. വർത്താനം കേട്ട ആരൊക്കെ കൈകാര്യം ചെയ്ത പോലെ ഉണ്ട്. കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യും. വേണമെങ്കിൽ ഇവിടെ ചേട്ടനെ വരെ നിലയ്ക്ക് നിർത്തും. ഇത്തിരി പൊളിക്കും. ചേട്ടനെ പറഞ്ഞത് പിടിച്ചില്ല. വിവരമില്ലാത്ത താടി പോത്ത്. നീയല്ല, നിന്റെ ചേട്ടൻ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കരുത് കേട്ടോ. കൈ ചൂണ്ടി സംസാരിക്കണം. എന്താ ഇവിടെ ശബ്ദം കേട്ടെ? ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല. എന്താ കളിയാ പ്രശ്നം? ഒന്നുമില്ല. അല്ല, എന്തോ ഇവിടെ ചീഞ്ഞ് നാറി മണക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല. അത് ഇവളുടെ കൈ ഈ സ്ലാബിൽ കയറി തട്ടി, അപ്പൊ വേദനിച്ച്. അപ്പൊ അവള് നില വിളിച്ച്. അത് ശരി അല്ലേടി? തേങ്ങ ചേട്ടാ. എങ്ങനെ പൊതിക്കാനാ? തേങ്ങ പൊതിച്ചോണ്ടിരിക്കുമ്പോഴാ ഇവിടെ ഈ നിലവിളി ശബ്ദം കേട്ടത്. നിലവിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അത് ഓടി വന്ന്. മോളെ, നീ വരുന്നോ മാമന്റെ കൂടെ തേങ്ങ പൊതിക്കാൻ? ഇല്ല, മാമ പൊതിച്ചു. എന്നാ പിന്നെ ഞാൻ പോയി ഒറ്റയ്ക്ക് പൊതിക്കാം അല്ലേ? എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്നറിഞ്ഞ എന്റെ ചേട്ടൻ അത് ആരാണെങ്കിലും തട്ടും. പിന്നെ ഞൊട്ടും ഒന്ന് പോടി. പിന്നെ ഞാൻ കണ്ടു ചേട്ടൻ വന്നപ്പോ മുട്ടിങ്ങനെ ഇടിച്ചത്. മുട്ടിടിച്ച? ആരുടെ മുട്ടിടിച്ച്? ചേട്ടൻ കേക്കണ്ട. ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം തീർക്ക. നിന്റെ ചേട്ടാര്? പുലിനട വീട്ടി ഭാർഗവ പിള്ളയുടെ മോൻ. പുലിനട വീട്ടി മണിക്കുട്ടൻ ചട്ടമ്പി. ചേട്ടന് പറയുന്നോ? എന്റെ ഞാൻ ചേട്ടനെ വിളിക്കാം കേട്ടോ. ചേട്ടാ, അയ്യോ അയ്യോ. അച്ഛാ, ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടച്ചാ. എങ്ങോട്ടെങ്കിലും ഇറങ്ങോടാ. ഞാൻ പട്ടിയാ. എന്താ പറഞ്ഞേ? എന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, അവള് വിളിച്ചില്ല. അവള് വിളിച്ചില്ല. വിളിച്ചോലെ എനിക്ക് തോന്നിയല്ലോ. മാമന് തോന്നിയതായിരിക്കും. തേങ്ങ പൊതിച്ചില്ലേ? തേങ്ങ പൊതിച്ചില്ല? എങ്ങനെ പൊതിക്കാനാ? പൊതിക്കാൻ തുടങ്ങുമ്പോഴേ നിലവിളി ശബ്ദം കേൾക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എന്നാ പോയി തേങ്ങ പൊതി. അല്ല മോളെ, നീ വരുന്നോ മാമന്റെ കൂടെ തേങ്ങ പൊതിക്കാൻ? എനിക്ക് തേങ്ങ പൊതിക്കാൻ ഇഷ്ടമല്ല അമ്മ. അല്ല, അച്ഛ ഒന്ന് വരണ്ടു. ആര്? ഞാനാ? കൊള്ളാം. മതിഹേ, കിടന്ന് ഷോ കാണിക്കണ്ട. ഞാൻ അല്ലെങ്കിൽ ചേട്ടനെ വിളിക്കിപ്പോ. ഞാൻ പറഞ്ഞില്ലേ, നീ വിളിയടി. വിളിക്കട്ടെ? ചേട്ടാ, ചേട്ടാ. തേങ്ങ ഇപ്പൊ കൊണ്ടുവരാം. എണിച്ച് പോയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചേട്ടനോട് എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ. ഞാൻ പോവാം, പക്ഷെ പോണത് പേടിച്ചിട്ടൊന്നുമല്ല. ഒന്ന് ഇറങ്ങി പോ അച്ഛാ. ഞാൻ പോണില്ല.
നിങ്ങൾ ഇറങ്ങിപ്പോ പോയി എല്ലാം പോയി എന്നാ വാ, പോ, പോ. നമുക്ക് പോവാം. ഞാൻ പോലെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോകും. സ്വന്തമായിട്ട് അധ്വാനിച്ച് വീടും വാങ്ങിച്ച് ആ വീട്ടിൽ ധൈര്യമായിട്ട് ഇരിക്കാനും വയ്യ. അവളും അവളുടെ ഒരു ചേട്ടനും നീയൊക്കെ അനുഭവിക്കുവാടി. ഇതിനോടൊക്കെ ദൈവം ചോദിക്കും. എന്താ പ്രശ്നം? ഒന്നുമില്ല അളിയാ, ഞാൻ ഇവിടെ ഇരിക്കുന്നു. അളിയൻ തേങ്ങ പൊതിച്ചോ? ഉരുളയ്ക്ക് പേര്